ഹായ് കൂട്ടുകാരെ, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ശബ്ദാലങ്കാരിലെ 3 ടൈപ്സ് ആണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശബ്ദാലങ്കാരം എന്താണെന്നൊക്കെ അല്ലെ. അപ്പൊ ഇന്ന് നമുക്ക് ടൈപ്സ് ഓഫ് അലങ്കാരം നോക്കാം. റൈറ്റ്, രണ്ടെണ്ണാണ്. അതിൽ ശബ്ദാലങ്കാരിലെ 3 ടൈപ്സ് വേറെയുണ്ട്. ഫസ്റ്റ് വൺ അനുപ്രാസ അലങ്കാരാണ്. സെക്കൻഡ് വൺ യമക് അലങ്കാരാണ്. തേർഡ് വൺ ശ്ലേഷ അലങ്കാരാണ്. അതിൽ ഫസ്റ്റ് വണ് വരുന്നത് അനുപ്രാസ അലങ്കാരം. അതിനെ പറ്റിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അനുപ്രാസ അലങ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? जब काव्य में किसी वर्ण की आवृत्ति एक से अधिक बार आती है या होती है അല്ലെ. ഒരു പോയത്തില് എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് ലെറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാറ്? അനുപ്രാസ അലങ്കാരം എന്ന് പറയാറ് അല്ലെ. ഒരേ ലെറ്ററിനെ വീണ്ടും വീണ്ടും യൂസ് ചെയ്യാം. ഒന്നിൽ കൂടുതൽ ടൈംസ് നമ്മൾ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അനുപ്രാസ അലങ്കാരം എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ തരുണി, തനുജ, തട്ട്, തമാൽ, തരുവർ, ബഹുഛായ. എന്തായിരുന്നു? തരുണി, തനുജ, തട്ട്, തമാൽ, തരുവർ, ബഹുഛായ. ഇതിൽ ഏത് ലെറ്റർ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്? ത എന്ന് പറഞ്ഞ ലെറ്റർ ആണ് അല്ലെ. അതേപോലെ തന്നെ ഓരോ പോയത്തിലും ഒന്നിൽ കൂടുതലായിട്ടുള്ള ലെറ്റേഴ്സ് ഒരേ ലൈനിൽ വീണ്ടും വരുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ അനുപ്രാസ അലങ്കാരം എന്ന് പറയാറ്. അപ്പൊ ഇതേപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.